ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നുണ്ടല്ലോ ഡ്യൂട്ടിയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ നോക്കി വെച്ചിരുന്നായിരുന്ന 2 റംബൂട്ടാൻ ഉണ്ടായിരുന്നു. അതായത് ലാസ്റ്റത്തെ റംബൂട്ടാനായിരുന്നേ. അപ്പം അതിൽ നിന്ന് പൊട്ടിക്കാൻ ചെന്നപ്പോൾ ഒരെണ്ണം അണ്ണാൻ കൊണ്ടുപോയിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം ഉള്ളത് പച്ചയാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലും 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സൈഡിലുള്ള ലാസ്റ്റത്തെ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ പച്ചയായിരുന്നു, എന്നാലും മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അണ്ണാൻ എന്തായാലും അത് കഴിക്കും. അപ്പോൾ പിന്നെ നമുക്കത് കിട്ടില്ല. പിന്നെ അപ്പുറത്തെ 2 കൂടി ഉണ്ടായിരുന്നത് വീട്ടിലുള്ളവർക്കും കൂടെ പൊട്ടിച്ച് കൊടുത്തു. കാരണം ഇനി ഞാൻ ഡ്യൂട്ടിക്ക് പോയി പിറ്റേ ദിവസം വരുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ അത് കാണില്ല. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും വന്ന് പൊട്ടിക്കും, പിന്നെ അതല്ലെങ്കിൽ അണ്ണാൻ കൊണ്ടുപോകും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പിന്നെ വേഗം റെഡിയായി. ഇന്ന് ഞാൻ പതിവ് പോലെ അപ്പച്ചൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഈ സ്ഥലം കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. തൃശ്ശൂർക്കാർ ഒരുവിധം പേര് ഇത് കണ്ടിട്ടുണ്ടാവാൻ വഴിയുള്ള ഒരു സ്ഥലമാണ്. ഇത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഞാനങ്ങനെ നേരെ അമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് അമലയ്ക്കുള്ള ബസ് കിട്ടാനായിട്ട് ഇച്ചിരി ലേറ്റായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും കിട്ടിയിരുന്നു. അമല വരെ ഇത്തിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കറക്റ്റ് ടൈമിനാണ് ഇവിടെ എത്തിയത്. ബസ്സുകളൊന്നും ആ സമയത്ത്, ഞാൻ വന്ന സമയത്ത് ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഞാൻ ഏകദേശം 1 മണിയോടുകൂടി അമലയിലെത്തി. നേരെ ഹോസ്റ്റലിലേക്കാണ് വന്നത് കേട്ടോ. കാരണം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നൈറ്റ് ഡ്യൂട്ടിക്കാർ കിടന്നുറങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ അവരെയൊക്കെ ശല്യപ്പെടുത്തി ഞാൻ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഹോസ്പിറ്റൽ യൂണിഫോമൊക്കെ ഇട്ട് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ കഫറ്റേരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ലേറ്റാവും. അപ്പോൾ നേരെ കഫറ്റേരിയയിലേക്ക് പോയി. അവിടെ ചെന്ന് ഇപ്പോൾ അവിടെയും ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. എന്നാലും വേഗം കഴിഞ്ഞായിരുന്നു. അത് കാരണം കൊണ്ട് അവിടെ നിന്ന് ഞാൻ എനിക്കുള്ള പാഴ്സലും ജ്യൂസും മേടിച്ചുകൊണ്ട് പോയിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോയിരുന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഇറങ്ങിയപ്പോൾ ഏകദേശം 8-8:30 അപ്പോൾ നേരെ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഹോസ്റ്റലിലേക്ക് പോന്നു. ഹോസ്റ്റലിൽ ഞാൻ എത്തിയപ്പോൾ ഇവിടെയുള്ള 2 പേര് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്ത റൂമിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവരും അവരുടേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും റൂമിലേക്ക് പോയി. അങ്ങനെ ഞാനും പോയി കിടന്നുറങ്ങി. നാളെ മോർണിംഗ് ഡ്യൂട്ടിയാണേ, നേരത്തെ എഴുന്നേക്കണം. അപ്പോൾ ഞാനും വന്ന് പോയി കിടന്നുറങ്ങി. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കൂ. ബായ്.